ഹാ ഗൈസ്, ലാസ്റ്റ് സെഷനിൽ നമ്മൾ സ്കീമ ഫയൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു കോഡ് ചെയ്തിട്ട്. സോ നമ്മുടെ കേസിൽ നമ്മൾ യൂസർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ ഡീറ്റെയിൽസ്. സോ ബേസിക്കലി ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്കൽ അപ്ലിക്കേഷൻ്റെ അടുത്ത് പറയാനാണ് നമ്മുടെ കയ്യിൽ ഈ യൂസറിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അതും നമ്മുടെ ഓരോ യൂസറിനും നമ്മുടെ കയ്യിലുള്ള ID, ഫസ്റ്റ് നെയിം, ഏജ് എന്നുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ ഞാൻ മുമ്പത്തെ സ്ലൈഡ് എടുക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്തത് നമ്മളിത് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൽ ഫസ്റ്റ് ടാസ്ക് യൂസർ ID 23 ഫസ്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അവരുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവരുടെ ആ ഫ്രണ്ട്സിൻ്റെ കമ്പനിയും പൊസിഷൻസൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് ടാസ്ക് വരുന്നത് വെച്ചാൽ ഈ യൂസർ ID 23 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഈ യൂസർ ID 23 കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് GraphQL. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ GraphQL നമ്മൾ ഒരു ചെറിയ ഡാറ്റകളായിട്ട് വെച്ച് കമ്മ്യൂണിക്കേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ റൂട്ട് ക്വറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസിക്കലി. സോ റൂട്ട് ക്വറിയുടെ ഉപയോഗം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ യൂസർ ID 23 നമുക്ക് ഡാറ്റ ആവശ്യമുണ്ട്. സോ നമ്മൾ പറയുകയാണ് യൂസർ ക്വറിയുടെ അടുത്തേക്ക്, ലൈക്ക് എനിക്ക് 23 ഡാറ്റ വേണമെന്ന് പറഞ്ഞാൽ റൂട്ട് ക്വറി എന്ത് ചോദിച്ചാൽ അത് അതിൻ്റേതായ കുറച്ച് ലോജിക്സ് ഉണ്ട്. സോ ആ ലോജിക്സ് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് അവസാനം ഡാറ്റ 23ലേക്ക് കൊണ്ടുതരുന്നതാണ്. സോ ബേസിക്കലി ഇത്ര സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് ക്വറി എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറയാം. നമ്മുടെ അപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയിലേക്കുള്ളത് ഒരു എൻട്രി പോയിൻ്റാണ് റൂട്ട് ക്വറി എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും റൂട്ട് ക്വറിയുടെ ബേസിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ നമ്മൾ ഇപ്പോൾ അന്ന് ലാസ്റ്റ് വർക്ക് ചെയ്ത ഫയലിൽ schema.js അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ യൂസർ ടൈപ്പിന് ശേഷം നമ്മളിവിടെ റൂട്ട് ക്വറി ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. കോൺസ്റ്റ് root query new GraphQL ഒബ്ജക്റ്റ് ടൈപ്പ് എടുത്ത ശേഷം നമ്മൾ നെയിം മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് റൂട്ട് ക്വറിയുടെ നെയിം ഞാൻ എന്താ മെൻഷൻ ചെയ്യണമെന്ന് വെച്ചാൽ റൂട്ട് ക്വറി ടൈപ്പ് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. റൂട്ട് ക്വറി ടൈപ്പ് തന്നെ മെൻഷൻ ചെയ്യുന്നു. ഇപ്പോൾ റൂട്ട് ക്വറി നമ്മൾ നെയിം കൊടുത്തു, റൂട്ട് ക്വറി ടൈപ്പ് എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഫീൽഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫീൽഡ്സ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ഇതിലെ ഫീൽഡ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് ഫെമിലിയർ ആയിട്ട് വരും. സോ ഞാനിവിടെ ഫീൽഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഫീൽഡ്സ് ഒബ്ജക്റ്റ് ആണ്. അതിൽ യൂസർ കൊടുത്തു. അതിൽ യൂസർ കൊടുത്തു. യൂസർ വന്നിട്ട് ഞാൻ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ടൈപ്പ് മെൻഷൻ ചെയ്യണം. യൂസർ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെൻ്റ് ആണ് ബേസിക്കലി ആർഗ്സ്. സോ അതൊരു ഒബ്ജക്റ്റാണ്. അവിടെ ഞാൻ ID കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ടൈപ്പ് എടുത്തിട്ട് GraphQL string ID GraphQL string എടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സോ ബേസിക്കലി നമ്മളിപ്പോൾ റൂട്ട് ക്വറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതാനായിട്ട് നെയിം നമ്മൾ എഴുതിയേക്കുന്നത് റൂട്ട് ക്വറി ടൈപ്പ് എന്നാണ്. അപ്പോൾ ഫീൽഡ്സ് ഉണ്ട്. ഫീൽഡ്സിൽ ഇവിടെ വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരു യൂസറെ കണ്ടുപിടിക്കാൻ ബേസിക്കലി നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവിടെ യൂസർ എന്ന് പറഞ്ഞത് യൂസറെ കണ്ടുപിടിക്കാനാണ്. പിന്നെ ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ എന്തൊക്കെ ആർഗ്യുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ID യൂസ് ചെയ്യുന്നത് ബേസിക്കലി നമുക്ക് ID വെച്ചാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ID എഴുതുന്നത് നമ്മളിവിടെ. ഇനിയൊരു മെത്തേഡും കൂടി എഴുതും നമ്മൾ ആർഗ്യുമെൻ്റ് കഴിഞ്ഞിട്ട്, അതാണ് റിസോൾവ്. നെക്സ്റ്റ് ലൈൻ ഇട്ടത്. അതൊരു ഫങ്ഷനാണ്. ആൻഡ് ഈ റിസോൾവിന് 2 പാരാമീറ്റർ ഉണ്ട് ഇപ്പോൾ. സോ ഒന്ന് പാരൻ്റ് വാല്യൂ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആണ് ആർഗ്സ്. ഓക്കെ, സോ
റിസോൾവ് നമുക്ക് ചെക്ക് ചെയ്യാം. റിസോൾവ് ബേസിക്കലി എന്താ വെച്ചാൽ അത് ഈ നമ്മൾ കൊടുക്കുന്ന ID കൊടുത്തിട്ട് ഡാറ്റ എടുക്കലാണ്, ഡാറ്റാബേസിൽ നിന്നോ ഡാറ്റ സ്റ്റോറിൽ നിന്നോ എടുക്കലാണ് അത് റിസോൾവ് നമ്മൾ പറയുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് യൂസർ ID 23 ഉള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടണം. സോ അതിൻ്റെ ആ റിസോൾവിൻ്റെ ജോലിയാണ് ആക്ച്വലി അതൊരു ഡാറ്റ എനിക്ക് പുൾ ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഡാറ്റാബേസിൽ നിന്ന്. ഓക്കെ, പിന്നെ അത് പറയും നമ്മുടെ ഡാറ്റ എങ്ങനെ വേണം എന്നുള്ളത് റിസോൾവ് മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഇത് റിസോൾവിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പാരാമീറ്റർ ഉണ്ട് ഇതിൽ. ഒന്ന് പാരൻ്റ് വാല്യൂവും രണ്ടാമത്തെ ആർക്സും ഉണ്ട്. സോ പാരൻ്റ് വാല്യൂ ഞാനിപ്പോൾ നോക്കുന്നില്ല, കാരണം അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാര്യമായിട്ട്. ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം പാരൻ്റ് വാല്യൂ കുറിച്ചുള്ളത്. നമുക്കിപ്പോൾ ആർക്സ് നോക്കിക്കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ക്വറിക്ക് പാസ് ചെയ്യേണ്ട ഡാറ്റ ഉണ്ടാവില്ല, അതായിരിക്കും ഇതിൽ ആർക്സിൽ വരുന്നുണ്ടാവുക. സോ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഐ ഡി ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. ID അല്ല നമ്മൾ പാസ് ചെയ്യുന്നത് 23, ആ ID ആണ് ഈ ഇതിലേക്ക് വരുന്നുണ്ടാവുക, ഈ ആർക്സിലേക്ക് വരുന്നുണ്ടാവുക. സോ ബേസിക്കലി ഇവിടെ നമ്മൾ പറയുകയാണ്, നമ്മൾ ഒരു യൂസറിനെ നോക്കുകയാണ്, ലൈക്ക് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് യൂസറിനെ എന്നുള്ളത്. ഇവിടെ നമ്മൾ പറയുകയാണ്, നമ്മൾ ID പാസ് ചെയ്യാണ്. ഇവിടെ ബേസിക്കലി നമ്മൾ ഫ്രം ക്വറിയിൽ നിന്ന് 23 ID പാസ് ചെയ്യുമ്പോൾ നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. റിസോൾവ് ജോലിയാണ് എനിക്ക് അത് എടുത്തിട്ട് പിക്ക് ചെയ്തെടുത്തിട്ട് ഡാറ്റ തരാന്നുള്ളത്. സോ അതാണ് റിസോൾവ് ജോലി. സോ അത് തന്നെയാണ് ഇവിടെ റൂട്ട് ക്വറി. സോ ബേസിക്കലി റൂട്ട് ക്വറി എന്ന് പറയുന്നത് ഒരു എൻട്രി പോയിൻ്റ് ആണ്. ഓക്കെ, ഈ എൻട്രി പോയിന്റിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഫൈൻഡ് യൂസർ 23 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് യൂസറിലേക്ക് കൊണ്ടുതരുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയത്, ഈ റൂട്ട് ക്വറി എഴുതിയേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബ്രേക്ക് എടുക്കുകയാണ്. ഇത്തിരി റൂട്ട് ക്വറി ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ചില ഡോക്യുമെൻറ്റ്സോ വേറെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും റൂട്ട് ക്വറിയെ പറ്റിയുള്ളത്. സോ ഞാനിവിടെ വെച്ച് നിർത്തണം. അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് എന്തായാലും. ഓക്കെ, ബൈ.